പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ ആണിപ്പാടുള്ള കരത്തിൽ എൻ്റെയും നിങ്ങളുടെയും പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ഉള്ളം കയ്യിൽ നിന്റെ പേര് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇടയ്ക്കൊക്കെ യേശു ഇങ്ങനെ കൈകളിൽ നോക്കിയാൽ കാണുന്നത് നമ്മുടെയൊക്കെ പേരുകളാണ്. നമ്മളെ ഓരോരുത്തരെയും അവൻ കാണുന്നു, അറിയുന്നു. നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് മായ്ച്ചു കളയത്തില്ല, ആ മായ്ക്കാൻ കർത്താവിന് പറ്റത്തില്ല. അത്രമാത്രം എന്നെയും നിങ്ങളെയും കർത്താവ് സ്നേഹിക്കുന്നു. പാപികളെയും എല്ലാവരെയും അവൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിന് 31-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: എഫ്രയീം എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ പൊന്നോമന കുട്ടൻ, അവനോട് എനിക്ക് നിസ്സീമമായ കരുണ തോന്നുന്നു. അവനോട് എനിക്ക് നിസ്സീമമായ കരുണ. ഒരിക്കലും അത് പറഞ്ഞറിയിക്കാൻ പറ്റും. നിസ്സീമമായ കരുണ തോന്നുന്നു. അത് കഴിഞ്ഞ് പറയുന്ന വചനം എന്താണെന്നറിയാമോ? അവന് വേണ്ടി എൻ്റെ ഹൃദയം തുടിക്കുന്നു. അവന് വേണ്ടി എൻ്റെ ഹൃദയം തുടിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ ക്രിസ്തു ഉയർത്തപ്പെട്ടു. മാനവരാശിയുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായിട്ട് അവൻ ഉയർത്തപ്പെട്ടു. കൈകാലുകളിൽ ആണികൾ തറയ്ക്കപ്പെട്ട് ശിരസിൽ മുൾമുടി തറയ്ക്കപ്പെട്ടു. അവന്റെ താടിരോമങ്ങൾ അവർ വലിച്ചു പറിച്ചു, മുഖത്ത് തുപ്പി, കവളിൽ മാറി മാറി അടിച്ചു. ശരീരമെല്ലാം ചമ്മട്ടി കൊണ്ട് അടിച്ചു തകർക്കപ്പെട്ടു. ശരീരം മൊത്തം മുറിവേറ്റവനായി നഗ്നനായി കുരിശിൽ അവൻ ഉയർത്തപ്പെട്ടു. അവൻ പരിഹാസപാത്രമായി. അവനെ എല്ലാവരും അപമാനിച്ചു, അവഹേളിച്ചു. അവസാനം അവന്റെ ഹൃദയം കുത്തിപ്പിളർക്കപ്പെട്ടു, അവന്റെ നെഞ്ച് പിളർക്കപ്പെട്ടു. എഫ്രയീം എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ പൊന്നോമന കുട്ടൻ, അവനോട് എനിക്ക് നിസ്സീമമായ കരുണ തോന്നുന്നു. അവനു വേണ്ടി എൻ്റെ ഹൃദയം തുടിക്കുന്നു. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, മാനവരാശിക്ക് മുഴുവൻ വേണ്ടി ക്രിസ്തുവിന്റെ ഹൃദയം തുടിക്കുകയാ. 2000 വർഷം മുൻപ് ആ ഹൃദയം പിളർക്കപ്പെട്ടു. ആ ഹൃദയത്തിൽ ചുങ്കക്കാരനും പാപിക്കും വേശ്യയ്ക്കും തെമ്മാടിക്കും വഴി കിടക്കുന്നവനും എല്ലാവർക്കും ഇടമുണ്ട്. എല്ലാവർക്കും, കള്ളനും പാപിക്കും തെമ്മാടിക്കും വേശ്യയ്ക്കും മദ്യപനും എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ട്. അവൻ ആരെയും മാറ്റി നിർത്തത്തില്ല. അവൻ മരിച്ചത്, സഹിച്ചത് മാനവരാശിക്ക് വേണ്ടിയാ. യേശു ക്രിസ്തു മാനവരാശിയുടെ ഏകരക്ഷകന്, മറ്റൊരു രക്ഷകനില്ല. അവനിലൂടെ മാത്രമേ സ്വർഗത്തിലെത്താൻ പറ്റൂ. അവനെല്ലാവരെയും സ്നേഹിക്കുന്നു. അവൻ്റെ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ട്. അവൻ ആരെയും അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കത്തില്ല. ഞാനും നിങ്ങളുമൊക്കെ പലരെയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. സത്യം അത്. നമ്മളെ ദ്രോഹിച്ചവര്, നമ്മളെ വേദനിപ്പിച്ചവര്, നമ്മളെ സ്നേഹിക്കാത്തവര്, നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയവര്, അവരെയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ പുറത്താക്കി കഴിഞ്ഞു. നീ ആരെയൊക്കെ പുറത്താക്കിയോ അവരെ എല്ലാവരെയും യേശു തന്റെ ഹൃദയത്തിന്റെ അകത്താക്കിയിരിക്കുക. കാരണം നിന്നെ ദ്രോഹിച്ച എല്ലാവരെയും യേശു സ്നേഹിക്കുന്നുണ്ട്. അവൻ സ്നേഹമാ, അവനെ സ്നേഹിക്കാനേ പറ്റൂ. നിനക്ക് നന്മ ചെയ്തവരെയും നിന്നെ ദ്രോഹിച്ചവരെയും എല്ലാവരെയും യേശു സ്നേഹിക്കുന്നു. അവൻ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ആരെയും നമ്മൾ വെറുക്കാനായിട്ട് പാടില്ല. എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം എന്നാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്, യേശു നമ്മെ പഠിപ്പിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന് 54-ാം അധ്യായത്തിന്റെ 7-8 വചനങ്ങൾ:
നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു. മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. ഉണ്ടോ? മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. മഹാകരുണ, ദൈവത്തിൻ്റെ മഹാകരുണ നമ്മുടെ മേൽ നിരന്തരം ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുക. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു. ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിന്നിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചു. എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും. അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും. നീ എത്ര പാപിയാണെങ്കിലും, എത്രമാത്രം തിന്മ ചെയ്ത വ്യക്തിയാണെങ്കിലും, എത്ര അശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും, എത്ര വലിയ തിന്മകൾ ദൈവത്തിനെതിരെ ചെയ്ത വ്യക്തിയാണെങ്കിലും, യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നെ സ്നേഹിക്കുന്നു. അവൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ സ്നേഹത്തിന് ഒരു മാറ്റവുമില്ല. നീ എത്ര പാപം ചെയ്താലും യേശു നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവിന് നമ്മളെ ആരെയും ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് വേണ്ടിയാണ് അവൻ സഹിച്ചതും കുരിശിൽ മരിച്ചതുമെല്ലാം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി. ഒരിക്കലും നമ്മളെ തള്ളിക്കളയാനോ ഉപേക്ഷിക്കാനോ യേശുവിന് കഴിയത്തില്ല. അത്രമാത്രം യേശുവിന് നമ്മളെ എല്ലാവരെയും ഇഷ്ടമാണ്. അത്രമാത്രം നമ്മളെ എല്ലാവരെയും യേശുവിന് സ്നേഹമാണ്. ഹല്ലേലൂയ. നമ്മോട് കരുണ കാണിക്കും, നമ്മോട് അനുകമ്പ കാണിക്കും. നായീൻ എന്ന പട്ടണത്തിലൂടെ യേശുവും ശിഷ്യന്മാരും വരുമ്പോൾ യേശു കാണുന്ന കാഴ്ച, ഒരു വലിയ ജനാവലി കടന്നു വരിക. യേശു അവിടെ നിന്നു. യേശു അടുത്തു ചെല്ലുകയാണ്. വിധവയായ സ്ത്രീ മനസ്സു നൊന്ത് കരയുക. അവളെ കണ്ട് മനസ്സലിഞ്ഞ് യേശു അവളോട് പറഞ്ഞു, മകളെ നീ കരയണ്ട. ലൂക്ക 7-ാം 13-14 വചനങ്ങൾ. മകളെ നീ കരയണ്ട. അവളെ കണ്ട് യേശുവിന് മനസ്സലിഞ്ഞു. അവളോട് പറയുക, മകളെ നീ കരയണ്ട, സങ്കടപ്പെടണ്ട. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും യേശു പറയുന്നു, മകളെ നീ കരയണ്ട, മകനെ നീ കരയണ്ട. നിന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ഇടപെടാനായിട്ട് പോകുക. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടും. നാളെയല്ല, ഇന്ന്, ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടാനായിട്ട് പോകുക. ഒരു സ്വർഗത്തിൻ്റെ ഇടപെടൽ ഈ കൺവെൻഷന്റെ ആദ്യ ദിവസം തന്നെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോകുക. ആ വിധവയായ സ്ത്രീ ഒരിക്കലും ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല, മകൻ്റെ മൃതശരീരമായിട്ട് പോകുമ്പോൾ യേശുവിനെ വഴി വെച്ച് കാണുമെന്നും യേശു തൻ്റെ മകന് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നൊന്നും ആ അമ്മ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഇതാണ് ദൈവത്തിൻ്റെ ഇടപെടൽ. നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വിധം കർത്താവ് നിന്റെ ജീവിതത്തെ അനുഗ്രഹിച്ച് ഉയർത്താനായിട്ട് പോകുക. ഹല്ലേലൂയ. നീ ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ട് നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ, മക്കളെ ദൈവം അനുഗ്രഹിക്കാനായിട്ട് പോകുക. ഹല്ലേലൂയ. യേശു പറയുക, മകളെ നീ കരയണ്ട. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, അവൻ തിരിഞ്ഞ് ആ മൃതശരീരത്തോട് പറഞ്ഞു. പെട്ടിക്കകത്ത് കിടക്കുന്നത് ശവ. യുവാവേ എഴുന്നേൽക്കുക. അവിടെ പറയുന്ന വചനം ഇതാണ്, അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. യേശു പറയുക, യുവാവേ ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. യേശു മൃതശരീരത്തോടെ പറയുന്നത്, യുവാവേ ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. തൽക്ഷണം
യുവാവ് ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റിരിക്കുകയാണ്. മൃതശരീരത്തോട് യേശു സംസാരിക്കുക, യുവാവേ നീ എണീൽക്കുക. ജീവൻ യുവാവിന്റെ മേൽ കടന്നു വരികയാണ്. ദൈവത്തിന്റെ ശക്തി യുവാവിന്റെ മേൽ കടന്നു വരികയാണ്. യുവാവ് ജീവൻ പ്രാപിച്ച് എണീറ്റു. മൃതശരീരത്തോട് കർത്താവ് സംസാരിച്ചു. അവന്റെ വചനം ജീവനാണ്, അവന്റെ വചനം ശക്തിയാണ്. അവൻ പറഞ്ഞാൽ അത് നടന്നിരിക്കും. യേശു എന്തു പറയുന്നു അത് സംഭവിച്ചിരിക്കും. അവസാനത്തെ വാക്ക് യേശുവിന്റെ വാക്ക്. അവൻ ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കും. അവൻ പറയുന്നതിൻ്റെ അപ്പുറം വേറെ ആർക്കും ഒന്നും നടത്താൻ പറ്റില്ല. യേശു തീരുമാനിച്ചതേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. മത്തായി 28:18 സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എല്ലാറ്റിൻ്റെ മേൽ അധികാരം യേശുവിന്. ദൃശ്യമായവയുടെ മേലും അദൃശ്യമായവയുടെ മേലും സകല സൃഷ്ടികളുടെ മേലും അധികാരം യേശുവിന്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മരിച്ച യുവാവിനോട് യേശു പറയുക, യുവാവി എഴുന്നേൽക്കുക, അവൻ ജീവൻ പ്രാപിച്ചു. ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി ആ വിധവയായ അമ്മയ്ക്ക് വേണ്ടി യേശു ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആ വിധവയുടെ കണ്ണുനീര് യേശു തുടയ്ക്കുകയാണ്. അവൾക്ക് നഷ്ടപ്പെട്ടു പോയ മകനെ ജീവനോടെ തിരിച്ച് ആ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതുപോലെ നിനക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം യേശു തിരിച്ചു തരും. അത് ആരോഗ്യമാകാം, സമ്പത്താകാം, ജോലിയാകാം, മക്കളാകാം, എന്തുമാവട്ടെ. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് യേശു. അവന്റെ നാമത്തിന് മുൻപിൽ ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കും. വിധവയായ ആ സ്ത്രീയുടെ ജീവിതം ഇനി നിങ്ങളത് മനസ്സിൽ കണ്ടേ. മരിച്ചുപോയ മകനെ ഇതാ ജീവനോടെ യേശു അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുക. എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് അത്ഭുതമാണ്. ഓർക്കപ്പുറത്തെ കർത്താവ് എന്നൊരു അത്ഭുതം ചെയ്തിരിക്കുക. പ്രതീക്ഷിക്കാത്ത വിധം ഒരു ദൈവിക ഇടപെടൽ ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കും. ഉറപ്പാന്തേ ഈ കൺവെൻഷൻ അതിനുവേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുക. ഇവിടെ ആരൊക്കെ വരുന്നോ അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ വലിയ ദൈവിക ഇടപെടലുകൾ സംഭവിക്കാനായിട്ട് പോവുക. എനിക്കൊരു സംശയമില്ല, വലിയ ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കും. ആ യുവാവിനെ ജീവനോടെ കിട്ടിയപ്പോൾ അമ്മ എന്ത് ചെയ്ത് കാണും? ഞാൻ വിചാരിക്കുന്നു അമ്മ മോനെ കെട്ടിപ്പിടിച്ച് അല്ലേ വാവിട്ട് കരഞ്ഞിട്ടുണ്ട്. മകന് ഉമ്മയൊക്കെ കൊടുത്ത് എനിക്ക് വയ്യ. എന്തായിരിക്കും അമ്മയുടെ ഒരു സന്തോഷം, തൻ്റെ മകനെ തിരിച്ചു കിട്ടിയ വലിയ സന്തോഷം. യേശുവിന് സന്തോഷമാണ്. ഇവരുടെ ഈ സ്ത്രീയുടെ സന്തോഷം കണ്ടിട്ട് യേശുവിന് സന്തോഷമാണ്. വിലാപത്തോടെ കടന്നു വന്ന ജനം ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. അങ്ങനെ വചനം പറയുന്നത്, അവരെല്ലാവരും ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. കരഞ്ഞ് നിലവിളിച്ചു വന്ന ജനം ഇപ്പോൾ എന്ത് ചെയ്യുക? കർത്താവിനെ സ്തുതിക്കുക. കാരണം അവരുടെ കൺമുമ്പിൽ ഇതാ മരിച്ച മകൻ ജീവനോടെ നിൽക്കുകയാണ്. അവരെല്ലാവരും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങി. അടുത്ത വചനം പറയുന്നു, ആരോ വിളിച്ചു പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ആരോ വിളിച്ചു പറഞ്ഞു എന്നാ ഇവിടെ എഴുതിയിരിക്കുന്നു. ആരോ വിളിച്ചു പറയുക, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ വന്നിരിക്കുക. ഇത് പ്രവാചകനല്ല, ഇത് ദൈവം തന്നെയാ. ഹല്ലേലൂയ. അടുത്ത വചനം പറയുന്നത്, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മെ സന്ദർശിക്കുന്ന വേളകള്, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടിയുടെ നിമിഷങ്ങൾ, പരാജയത്തിൻ്റെ വേളകൾ, കണ്ണുനീരിൻ്റെ കാലങ്ങൾ, എല്ലാവരും ഒറ്റപ്പെടുത്തി ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ദൈവം നിന്നെ സന്ദർശിക്കാൻ പോകുന്ന സമയമായിരിക്കുന്നു. ഇവിടെ ഈ അമ്മയുടെ സഹനം മൂർധന്യത്തിലെത്തിരിക്കുക. ജീവിത പങ്കാളി എന്നോ മരിച്ചുപോയി, പ്രിയപ്പെട്ട മകൻ മരിച്ചുപോയി. ആ അമ്മയുടെ സഹനത്തിൻ്റെ പരകോടിയിലെത്തി. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച അമ്മയുടെ ജീവിതം വീണ്ടും പൂത്തു തളർക്കുക. നഷ്ടപ്പെട്ട മകനെ അങ്ങോട്ട് കൊടുക്കുകയാ. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഉറപ്പാണെന്നേ, ഈ സമൂഹത്തിൽ സഹിക്കുന്നവരും നൊമ്പരപ്പെടുന്നവരുമുണ്ടോ? ദൈവം നിങ്ങളെ സന്ദർശിക്കാൻ പോകുക. ദൈവം നിന്റെ ജീവിതത്തിൽ ശക്തമായിട്ട് ഇടപെടാൻ പോകുക. സഹിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ ദൈവിക ഇടപെടലുകൾ ഉടനെ സംഭവിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഉറപ്പാണ്, സഹിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ ദൈവിക ഇടപെടലുകൾ സംഭവിക്കാൻ പോകുക. അതിൻ്റെ കാരണം യേശു നിങ്ങളെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.